ബൈബിൾ ക്വിസ് പഠനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ലൂക്കോസ് 2-ാം അധ്യായം. ലോകമൊക്കെയും പേർ വഴി ചാർത്തണം എന്ന് ആജ്ഞ പുറപ്പെടുവിച്ചത് ആര്? ഔഗുസ്തോസ് കൈസർ. കുറേന്യൂസ് വാഴ്ന്ന നാട് ഏത്? സുറിയ നാട്. നസ്രേത്ത് ഏത് ദേശത്തെ പട്ടണമായിരുന്നു? ഗലീല. ബത്ലഹീം ഏത് ദേശത്തെ പട്ടണമായിരുന്നു? യഹൂദ്യ. മറിയ പ്രസവിച്ച കുഞ്ഞിനായി എവിടെയാണ് സ്ഥലം ഇല്ലാതിരുന്നത്? വഴിയമ്പലത്തിൽ. ശീലകൾ ചുറ്റി കുഞ്ഞിനെ എവിടെ കിടത്തി? പശുത്തൊട്ടിയിൽ. കർത്താവിന്റെ തേജസ് ചുറ്റി മിന്നിയപ്പോൾ ഭയപരവശരായതാര്? ഇടയന്മാർ. ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശു എന്ന അടയാളം ലഭിച്ചതാർക്ക്? ഇടയന്മാർക്ക്. ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തിയതാര്? സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം. ബന്ധപ്പെട്ട് ചെന്ന് ദൂതൻ അറിയിച്ച സംഭവം കണ്ടതാര്? ഇടയന്മാർ. താൻ കേട്ട വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നതാര്? മറിയാം. പരിച്ഛേദന കഴിപ്പാനുള്ള ദിവസം ഏത്? 8-ാം ദിവസം. ആര് പറഞ്ഞ പോലെയാണ് കുഞ്ഞിനെ യേശു എന്ന് പേരിട്ടത്? ദൂതൻ. മറിയയും യോസേഫും യാഗം കഴിപ്പാൻ പോയത് എവിടെ? യെരുശലേമിൽ. മറിയയും യോസേഫും യാഗം കഴിക്കാൻ പോയത് എപ്പോൾ? ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ. ശുദ്ധീകരണ കാലം തികഞ്ഞത് ആരുടെ ന്യായപ്രമാണ പ്രകാരമായിരുന്നു? മോശയുടെ. നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനുമായ വ്യക്തി ആര്? ശിമ്യോൻ. പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. ആരുടെ മേൽ? ശിമ്യോന്റെ. ആരെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്നായിരുന്നു ശിമ്യോന് പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാടുണ്ടായത്? കർത്താവിന്റെ ക്രിസ്തുവിനെ. ശിമ്യോൻ ദേവാലയത്തിൽ ചെന്നത് എങ്ങനെ? ആത്മനിയോഗത്താൽ. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു എന്ന് പറഞ്ഞതാര്? ശിമ്യോൻ. അടുത്ത അധ്യായവുമായി ഇസ്രായേലിൻ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നതാരെ? യേശുവിനെ.